വണക്കം വണക്കം ചെന്നൈ ടാറ്റ ബൈ ബൈ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തുവാ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞത്? ഇവന്മാര് ബാക്കിയുള്ള എല്ലാ ടീമും തോറ്റ് കൊടുത്ത് ഇവന്മാര് പ്ലേ ഓഫിൽ കയറാൻ വേണ്ടിയിട്ട് അവന്മാര് കഴിഞ്ഞാലും യവന്മാർക്ക് ജയിക്കണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ പറഞ്ഞേ, അത് നീയൊക്കെ ഒരു കളി ജയിക്ക് എന്നിട്ടല്ലേ ബാക്കി സാധ്യതകൾ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. ജയിക്കൂല. വളരെ അന്തസ്സായിട്ട് അവസാനത്തെ 3 കളിയും തോറ്റ് തുന്നം പാടി പുറത്തായിട്ടുണ്ട്. പട്ടി ടീം, പിന്നെ പരിക്കും കൂടെ ആയപ്പോഴത്തേക്ക് പേപ്പട്ടി ടീം. ഒന്നാമത് ആദ്യം തൊട്ടേ പട്ടി ടീമാ, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എന്താണെങ്കിലും CSK എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഈ സീസണിൽ ഒഫീഷ്യലായിട്ട് എലിമിനേറ്റ് ആവുന്ന 3ാമത്തെ ടീം LSG ആൻഡ് മുംബൈയുടെ കൂടെ ഇപ്പം എന്ന് CSKയുടെ പോയിന്റ് ടേബിളിന്റെ അടിയിലും കാണാൻ സാധിക്കുന്നതാണ്. കൊള്ളാം, നല്ല കാര്യം. ഇന്ന് പേര് ദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ദൂബൈ ഇന്ന് കളിച്ചു ഗൈസ്. 17 ബോൾ 47, 4 4 4 6 ഒക്കെ അടിച്ചു കേട്ടോ. ഇപ്പോഴെങ്കിലും ഒന്ന് ബാറ്റ് വെച്ചൊന്ന് വീശിയല്ലോ. ഇത്രയും നാള് കാണികൾക്ക് കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ബാളിലൊന്ന് കൊള്ളിച്ച സന്തോഷം. ഋതുരാജ് ഇന്ന് ഒരു നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു. 16 റൺ 7-8 ബോളെന്ന് കണ്ടെടുത്ത്. അത് വലിയൊരു അത്ഭുതമാണ്. കുറെ ആളുകൾ ഈ ഋതുരാജിനെ ഇത്രയും നാള് ഋതുരാജ് 500 റൺ 600 റണ്ണൊക്കെ സ്കോർ ചെയ്തു, ടോപ്പ് സ്കോറർ ആയിരുന്നു, ചെന്നൈയെ ഇവിടെ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഋതുരാജിനെ സപ്പോർട്ട് ചെയ്ത് വന്നു. ഒരു സീസൺ എന്നിട്ട് ഫ്ലോപ്പ് ആയപ്പോഴത്തേക്ക് ഋതുരാജിനെ നിങ്ങളൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ ഋതുരാജ് സപ്പോർട്ടേഴ്സ് വരുന്ന കണ്ടു. എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ഔട്ട് ഓഫ് ഫോം ആവുന്നത് ഒരു തെറ്റൊന്നുമല്ല. എല്ലാ ബാറ്റ്സ്മാനും അല്ലെങ്കിൽ എല്ലാ ബൗളേഴ്സും എല്ലാ കളിക്കാരും അവരുടെ കരിയറിന്റെ ഏതെങ്കിലും ഒരു ഫേസിൽ ഈ ഒരു രീതിയിൽ കടന്നു പോകും. അതൊരു പ്രകൃതി നിയമമാണ്. എല്ലാവരും ഇനി അങ്ങനെ കടന്നു പോകാത്ത ആരുമില്ല. പക്ഷേ അങ്ങനെ കടന്നു പോകുമ്പോഴും ടീമിന് ഒരു ബാധ്യതയാകരുത്. ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കളിക്കുന്നവന് പ്രഷർ കൊടുത്തോണ്ടായിരിക്കും കടന്നു പോകാൻ. T20 ആണ്, ഷോട്ട് അടിച്ച് കളിച്ച് ഔട്ട് ആവുകയാണെങ്കിൽ അതിന് അന്തസ്സുണ്ടെന്ന് പറയാം. ഇവിടെ ഋതുരാജ് കാണിച്ചോണ്ടിരുന്നത് എന്താണ്? ഇവൻ ബാറ്റ് ഒന്ന് വീശി ഈ ടുക് കളി അല്ലാതെ വേറെ ഒന്ന് കാറ്റിന് പോലും അവൻ ബാറ്റ് വീശുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതാണ് ഇവനെ പറയാനുള്ള മെയിൻ കാരണം. അതാണ് ഈ ടുക് കളിയാണ് മെയിൻ പരിപാടി. ടുക് കളി കൊട്ടാനാണെങ്കിൽ നീ വല്ല അമ്പലപ്പറമ്പിൽ പോയി ചെണ്ടയെ കൊട്ടറാ. എന്തിനാ IPL വന്ന് 10-18 കോടി മേടിച്ചോണ്ട് ഇവിടെ നിന്ന് കൊട്ടുന്നത്? അതാണ് നമുക്ക് പറയാനുള്ളത്. ഔട്ട് ആവുകയാണില്ല ഉർവിൽ പട്ടേല കളിക്കുന്നോണ്ട് വരിക അടിക്കുക, ഔട്ട് അടിച്ച് പോവില്ല. ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ അങ്ങനെ കളിച്ചിട്ട് പോകും. ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ ഇത് ഒരുമാതിരി ടീമിനും ഓപ്പോസിറ്റ് കളിക്കുന്നവരും പ്രഷർ കൊടുക്കുന്ന രീതിയിലുള്ള ഇന്നിങ്സ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? പവർ പ്ലെയർ ഇറങ്ങി ഇങ്ങനെ മാറി ടുക് കളി കളിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് GTയുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, GTയുടെ ബോളിംഗ് ലൈനപ്പ് അവന്മാര് സിറാജ്, റബാഡ, റാഷിദ് ഖാൻ ഇവന്മാര് 3 പേരും ഇന്ന് 3 വിക്കറ്റ് കിട്ടു. എന്താണെങ്കിൽ ഈ റബാഡയും റാഷിദ് ഖാനെയും കൂടെ ടെസ്റ്റ് ടീമിൽ എടുക്കാതെ പോയത് ഭയങ്കര മോശമായി പോയി. ഭയങ്കര അനീതിയാണ് ഇവന്മാരുടെ അടുത്ത് കാണിച്ചത്. ഈ GT ഗ്യാങ്ങിന് എടുത്ത കൂട്ടത്തിൽ ഇവന്മാരെ കൂടെ ടെസ്റ്റ് ഗ്യാങ് ടീമിൽ എടുക്കായിരുന്നു. ഭയങ്കര ഒരു മോശമായിട്ടുള്ള പരിപാടിയാണ് BCCI കാണിച്ചത്. ഇവന്മാരെ കൂടെ എടുക്കേണ്ടായിരുന്നു. എന്താണെങ്കിലും GT മാത്രമേ ഉള്ളല്ലോ ടെസ്റ്റ് ടീമിൽ. ഇവന്മാരെ കൂടെ എടുത്തു വെച്ചോ, നല്ലപോലെ ബോൾ ചെയ്യുന്നുണ്ടല്ലോ, എടുക്കാനെന്ത്? അഹമ്മദാബാദിൽ ഇവന്മാരുടെ ബോളിങ്ങിന്റെ മുമ്പിൽ എങ്ങനെ ബാക്കിയുള്ള ഏതെങ്കിലും ടീം പിടിച്ചിക്കൂടെ? ഈ വട്ടത്തെ കപ്പ് മിക്കവാറും ഇവന്മാർ കൊണ്ടുപോകും, സത്യമായിട്ടും കൊണ്ടുപോകും. അഹമ്മദാബാദ് കളിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഇവന്മാർക്ക് എന്തോ ഒരു പവർ കിട്ടുന്നുണ്ട്. ആ പിച്ചിൽ ഇവന്മാർ മാത്രമേ ബാറ്റ് ചെയ്യുന്നുള്ളൂ, ഇവന്മാർ മാത്രമേ ബോൾ ചെയ്യുന്നുള്ളൂ. അവിടെ ഏതെങ്കിലും ബാറ്റ്സ്മാൻമാർ വരുന്ന സമയത്ത് ഇവന്മാരുടെ ബോളിങ്ങിന്റെ മുമ്പിൽ അവന്മാർ പിടിച്ചിരിക്കുന്നില്ല. ബോൾ ചെയ്യാൻ വരുന്ന സമയത്ത് ഇവന്മാരുടെ ബാറ്റിങ്ങിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവന്മാർ അത്രയും കിടിലൻ കളിക്കാരാണ്. ഈ പറയുന്ന സായ് സുദർശൻ കുറെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നത് കണ്ടു, അഹമ്മദാബാദിലല്ല ഇവന്മാരുടെ ബോളിംഗ് ലൈനപ്പ് വേറെ എങ്ങും പെർഫോം ചെയ്യത്തില്ലെന്ന്. അല്ല, മുമ്പ് ജയ്പൂരിലും അതുപോലെ ചിദംബരം സ്റ്റേഡിയത്തിലൊക്കെ വെച്ച് കളി നോക്കുകയാണെങ്കിൽ ഇവന്മാർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കളി മാത്രമാണ് അടി മേടിച്ച് കൂട്ടിയത്. എന്നിരുന്നാൽ പോലും അഹമ്മദാബാദിലിട്ട് വരുമ്പോഴത്തേക്ക് ഇവന്മാർ 2 സൈഡിലും, ബാറ്റിംഗ് സൈഡിനും ബോളിംഗ് സൈഡിനും ഒരു മേൽക്കൈമയുണ്ട്. അത് അവന്മാരുടെ സ്കില്ല് കൊണ്ടുള്ള മേൽക്കൈമ തന്നെ. ഈ അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ കളിക്കുന്ന ആദ്യത്തെ പ്ലേയേഴ്സ് ഇവന്മാരൊന്നും അല്ലല്ലോ. ഇന്ത്യയിലുള്ള എല്ലാ ഇവന്മാരും അവിടത്തൊക്കെ തന്നെ അല്ലേ കളിച്ചിട്ടുള്ളൂ ഇത്ര നാള്. അപ്പൊ പിന്നെ ഈ ഹോം ഗ്രൗണ്ടിന് അഡ്വാൻറ്റേജ് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ പോലും ഒരു ഇതുണ്ടോ, എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. വല്ല കൂടോത്രം വല്ലതും കുഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഇവരുടെ ടോപ്പ് 3 ഗില്ല്, സായ് സുദർശൻ, ബട്ട്ലർ, ഇവന്മാരെ 3 പവർ ഹൗസ്. ഇത് 3 എണ്ണത്തിന് ആദ്യം വെറിഞ്ഞിടാൻ പറ്റിക്കഴിഞ്ഞാൽ അഹമ്മദാബാദിനെ തോപ്പിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരുത്തം നിന്ന് കഴിഞ്ഞാൽ അവന്മാർ കളി എങ്ങനെയെങ്കിലും അടിച്ച് 10-200 എത്തിക്കും. പിന്നെ അവരുടെ ബോളേഴ്സ് ബാക്കി നോക്കിക്കോളും. അതാണ് അവരുടെ കരുത്ത്. സായ് സുദർശൻ ആ ചെറുക്കൻ എന്തൊരു ഫോമിലാണ്. ഒരു T20 പറ്റിയ ബാറ്റിംഗ് ശൈലിയൊന്നും അല്ലെങ്കിലും തുടരെയുള്ള 5ാമത്തെ 50 ആണ് ഇവനെ അടിക്കുന്നത്. ഇതിനു മുമ്പ് വീരേന്ദ്ര സെവാഗ് 5, ജോസ് ബട്ട്ലർ 5, ഡേവിഡ് വാർണർ 5, സായ് സുദർശൻ 5, 4 പേര് മാത്രമാണ് 5 50 അടിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഇപ്പം സായ് സുദർശന്റെ പേരും അടുത്ത കളിയോട് ആയി കഴിഞ്ഞാൽ ഈ റെക്കോർഡും പൊട്ടിച്ച് 6 50 ആവും.
കൊള്ളാം എന്തായാലും പൊളി. പിന്നെ ചെന്നൈയുടെ ബാറ്റിംഗ് ലൈനപ്പ് പ്രത്യേകിച്ച് ഇന്ന് സഞ്ജുവിന് കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡക്കായിരുന്നു, ഗോൾഡൻ ഡക്കായിരുന്നു. പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലടേ. വരിക ഔട്ടാവുക പോവുക, വരിക ഔട്ടാവുക പോവുക, ഇത് തന്നെയായിരുന്നു. വയ്യ അവർക്കൊന്നും കളിക്കാൻ. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ റണ്ണ് എടുത്തോണ്ടിരിക്കുന്ന ഒരു പ്ലെയർ കമ്പോജ് ഉണ്ട്. കമ്പോജ് ഇന്നും പുള്ളി 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് ചെന്നൈയിലെ ഏറ്റവും ടോപ്പ് റൺ ഗെറ്റർ കമ്പോജ് ആണ്. കമ്പോജിന്റെ റൺ വേട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഭയങ്കരമാണ്. ഇന്നത്തെ കളി 56 റണ്ണ് കമ്പോജ് എടുത്തിട്ടുണ്ട്, 1 വിക്കറ്റും 56 റണ്ണും. ഓൾറൗണ്ടർ പെർഫോമൻസ് ആയിരുന്നു. അതിന് മുമ്പുള്ള കളി നോക്കുവാണെങ്കിൽ കമ്പോജ് 49 റണ്ണ് കമ്പോജിന്റെ വക എടുത്തിട്ടുണ്ട്. അതിന് തൊട്ടുമുമ്പുള്ള കളി നോക്കുവാണെങ്കിൽ 46 റണ്ണ് എടുത്തിട്ടുണ്ട് കമ്പോജ്. അതിന് തൊട്ടുമുമ്പുള്ള കളി നോക്കുവാണെങ്കിൽ ഇതായിരുന്നു ഏറ്റവും ഹയസ്റ്റ് കമ്പോജിന്റെ റണ്ണ്. 2.4 ഓവറിൽ നിന്ന് ഭയങ്കര സ്ട്രൈക്ക് റേറ്റ് ആണ്. 63 റണ്ണ് എടുത്തിട്ടുണ്ട്. അതിന് തൊട്ടുമുമ്പുള്ള കളിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ 47 റണ്ണ്. എത്ര 50 ആണ് ചെറുക്കന് നഷ്ടപ്പെട്ടത് ഇന്ന് നോക്കിയേ. 47 എടുത്ത ഒരു 50 നഷ്ടപ്പെട്ടു, 46 50 നഷ്ടപ്പെട്ടു, 56 50 അടിച്ചിട്ടുണ്ട്, 2 50 അടിച്ചിട്ടുണ്ട്. അവൻ 49 ഒരു റണ്ണിക്കാണ് 50 നഷ്ടപ്പെടുന്നത്. ചെറുക്കനൊന്ന് ആഞ്ഞ് പിടിച്ചായിരുന്നെങ്കിൽ മറ്റേ സായി സുദർശന്റെ റെക്കോർഡ് ഇനി പോരുന്നേന് ഒരു 6 50 ഇവൻ തന്നെ ഇപ്പൊ അടിച്ചിട്ട് വന്നേനെ. നാഞ്ഞ് പിടിച്ചുകൂടായിരുന്നു ചെറുക്കന്. എന്നാ പെർഫോമൻസാ. ചെന്നൈക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇവനൊരു മുതൽക്കൂട്ടാ. അയ്യോ ഇങ്ങനെ ഒരുത്തൻ. ആദ്യത്തെ 9 മാച്ചിൽ നിന്ന് ഇവൻ 17 വിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇവന്റെ ആവറേജ് 15, എക്കണോമി 8.4 ആദ്യത്തെ 9 കളിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ടുള്ള 5 കളിയാണ് ഇവനെ തൂക്കിയത്. 4 വിക്കറ്റ് ഇട്ടിട്ടുള്ളൂ. ആവറേജ് ആണ് കിടിലം 65, എക്കണോമി അതിനേക്കാളും കിക്കിടിലും 13.98. ഒരു 0.02 കൂടെ ആയിരുന്നെങ്കിൽ 14 എക്കണോമിയിൽ എറിയുന്നു ഞാൻ അവൻ. അവസാനത്തെ 5 കളിയിൽ അവന്റെ എക്കണോമി ഓൾമോസ്റ്റ് 14. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബെഡേ പ്ലെയർ ഉണ്ട്, ബെഡേ പ്ലെയർ. അതുപോലെ തന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ചിട്ടുള്ള വ്യക്തി, ബൗളേഴ്സിന്റെ കൂട്ടത്തിൽ 6 അടിച്ചിട്ടുള്ള വ്യക്തി കമ്പോജ് ആണ്. 34 6 ആണ് കമ്പോജ് അടിച്ചിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ ഉള്ളത് 2025 റാഷിദ് ഖാൻ വഴങ്ങിയിട്ടുള്ള 35 6 ആണ്. എന്താണെങ്കിലും ഈ സീസണിൽ റബാഡെ 30 6 വഴങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കമ്പോജിന്റെ അത്രയും ആരും ഇല്ല. ഒരു സിംഗിൾ എഡിഷൻ IPL-ൽ ഏറ്റവും കൂടുതൽ 6 വഴങ്ങിയിട്ടുള്ള ബൗളർ കമ്പോജ്. ഒരു കളിയിൽ 2 ഓവർ 8 6 അടിച്ചവനെ ഇപ്പം ഒരു കളി കൂടെ കളിപ്പിച്ചിരുന്ന 50 ആക്കിയത്. പിന്നെ CSK 180 റണ്ണിൽ പ്ലസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയിട്ട് 2019 ശേഷം മൊത്തം 16 കളികളിൽ 150 റണ്ണ് ചേസ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. 2 കളി ഇന്നത്തെ കളിയുടെ കൂട്ടാന്ന് പറഞ്ഞിട്ടുള്ളത്. വെറും 2 കളിയാണ് ഇവർ ജയിച്ചിട്ടുള്ളത്. ബാക്കി 14-15 കളിയും ഇവർ തോറ്റി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാർ ടോപ്പ് 24 വിക്കറ്റ്. 24 വിക്കറ്റ് ഇട്ട് റബാഡയും 2ാം സ്ഥാനത്തുണ്ട്. ഈ 3ാം സ്ഥാനത്തേക്ക് 21 വിക്കറ്റ് ആരാന്നറിയോ? കമ്പോജ് ആണ് ഗൈസ്. 21 വിക്കറ്റുമായിട്ട് കമ്പോജ് ആണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, അവര് വിട്ട് കൊടുത്തിട്ടുള്ള റണ്ണാണ്. ഭുവനേശ്വർ കുമാർ 393, റബാഡ 493, 530, 417, 420. ഈ പട്ടിക ആദ്യത്തെ ഒരു 10-15 പേരുടെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു ബോളർ പോലും 500 റൺസിന് മുകളിൽ വിട്ടുകൊടുത്തിട്ടില്ല. ഈ റബാഡ മാത്രമാണ് 493. വേറെ ഒരു ബോളറും 500 റൺസിന് മുകളിൽ വിട്ടുകൊടുത്തിട്ടില്ല. അവിടെയും കമ്പോജ് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് 530. കമ്പോജ് ഈ സീസൺ തൂക്കിയെന്ന് പറഞ്ഞാൽ മതി. കമ്പോജ് വല്ലാത്തൊരു കമ്പോജ്. 6ന്റെ റെക്കോർഡ് അവന്, ബെസ്റ്റ് എക്കണോമിയുടെ റെക്കോർഡ് അവന്, ഏറ്റവും കൂടുതൽ റൺസിന്റെ റെക്കോർഡ് അവന്. 50യുടെ റെക്കോർഡ് ഈ വട്ടം മിസ്സായി പോയി. അടുത്ത വട്ടം ഒന്ന് പിടിക്കാൻ പിടിച്ച അടുത്ത സീസൺ ഇനി വരും കേട്ടോ. സായന്റെ റെക്കോർഡ് പൊട്ടിക്കാൻ ചെറുക്കന് ചറപ്പറ റെക്കോർഡാണ് മൊത്തത്തില്. സമ്മതിക്കണം കമ്പോജിനെ പറ്റി പറയുമ്പോൾ GTയുടെ ബോളിംഗ് അറ്റാക്കിനെ പറ്റി പറയേണ്ടതാണ്. ഈ സീസൺ IPL-ൽ ഫസ്റ്റ് 6 ഓവറിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇട്ടിട്ടുള്ള ടീം GT ആണ്. 30 വിക്കറ്റ് പവർ പ്ലേയിൽ. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആവറേജ് അവന്മാരുടെയാണ് 24. അതുപോലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് അവന്മാരുടെയാണ് 16.8. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സെക്കൻഡ് എക്കണോമി അവന്മാരുടെയാണ് 8.63. ഇത് പവർ പ്ലേയിലെ കാര്യമാണ് പറയുന്നത്. പവർ പ്ലേയിൽ ഉമാർ നേടിയുള്ള 30 വിക്കറ്റ്, 13 വിക്കറ്റ് സിറാജും, 17 വിക്കറ്റ് റബാഡയും. ഭുവനേശ്വർ കുമാർ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ടീമും എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ 10 വിക്കറ്റിൽ മുകളിൽ പവർ പ്ലേ നേടിയിട്ടുള്ള മറ്റൊരു ബൗളർ. 15 വിക്കറ്റ് ഭുവനേശ്വർ കുമാർ നേടിയിട്ടുണ്ട്. വേറെ ഒരു ടീമിന്റെ ഒരു ബൗളറും പവർ പ്ലേയിൽ 10 കൂടുതൽ വിക്കറ്റ് നേടിയിട്ടില്ല ഭുവനേശ്വർ കുമാർ അല്ലാതെ. ഉമാറിലെ 2 ബൗളേഴ്സ് 17ഉം 13, സിറാജും അതുപോലെ തന്നെ റബാഡയും. അവന്മാരുടെ ബോളിങ്ങിനെ പറ്റി പറയുമ്പോൾ ബാറ്റിങ്ങിനെ പറ്റി പറയണം. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന 2 അവന്മാരുണ്ട്, 638, 616. ഗില്ലും സായി സുദർശനും. ഇവർക്ക് ഭ്രാന്താണ്. ഉള്ള കാര്യം പറയല്ലേ, ഇവരുടെ കളി കണ്ടോണ്ടിരിക്കാൻ രസമൊന്നുമില്ല. പിന്നെ ഗില്ല് ഈ വട്ടം അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നുണ്ട്. പക്ഷെ സായി സുദർശന് പുള്ളിയുടെ ക്ലാസിക്ക് വിട്ടുള്ള വേറൊരു പരിപാടി ഇല്ല. പുള്ളിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഇവന്മാർ തമ്മിൽ മത്സരമാണ്. ഗില്ലും സായി സുദർശനും തമ്മിൽ മത്സരമാണ്. 638, 616. ഇന്നും അടിച്ച് 2 അവന്മാർ 50. ടോപ്പിലെ 3 അവന്മാർ ഇന്ന് 50 അടിച്ചെന്നുള്ളതാണ്.
CSK-ക്കെതിരെയുള്ള സായ് സുദർശന്റെ റെക്കോർഡ് നോക്കിയേ, 7 ഇന്നിങ്സ് 470 റണ്ണ്, 67 ആവറേജ്, സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് 172, 3 സെഞ്ചറി, 350, 1 സെഞ്ചറി. എടാ നീ ഒരു തമിഴനല്ലേടാ, എന്നിട്ട് ഇമാരി കളി CSK-ക്കെതിരെ നീ കളിക്കാൻ പാകണ്ടോടാ. അതുപോലെ തന്നെ 600+ അഗ്രഗേറ്റ് കൺസിക്യൂട്ടീവ് IPL എഡിഷനിൽ എടുക്കുന്ന രണ്ടവന്മാര് ഗില്ലും സുദർശനും. 2025 ഉമ്മാർ രണ്ടുപേരും ഇതുപോലെ അടിച്ചു, 2026 ഉമ്മാർ രണ്ടുപേരും അടിച്ചു. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഗെയില് 2011, 12, 13 അവന്റെ പ്രൈം സമയമായിരുന്നു. 600+ റണ്ണ് കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ വാർണർ 16, 17, 19, രാഹുൽ 20, 21, 22, 3 കൊല്ലം എല്ലാവരുടെയും പ്രൈം ആണല്ലോ. വിരാട് കോഹ്ലി 21, 24, 25, ഗില്ല് 25, 26. അന്നേരം അടുത്ത സീസണിൽ ഉമ്മാര് അടിക്കും. ഈ ഒരു പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ 3 വെച്ചിട്ടാണ് എല്ലാവരും. പിന്നെ ഇന്ന് ഉമ്മാരുടെ വേറൊരു റെക്കോർഡ്, മോസ്റ്റ് സെഞ്ചുറി സ്റ്റാൻഡ് മെൻ T20 ക്രിക്കറ്റ് ഇൻ എനി വിക്കറ്റ്, ഗില്ലും സായ് സുദർശനും 10. പിന്നെ വിരാട് കോഹ്ലിയും ഗെയിലും 10 ഉണ്ട്, ബാബർ അസം റിസ്വാനും 10 ഉണ്ട്, AB de Villiers കോഹ്ലിയും 10 ഉണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സിൽ 10 വട്ടം ഈ 100 റണ്ണ് പാർട്ണർഷിപ്പ് നേടിയിട്ടുള്ളത് ഇവന്മാരാണ്. ബാക്കി എല്ലാവരും 65, 70, 73 ഒക്കെയാണ്. ഇവന്മാർ വെറും 46 ഇന്നിങ്സ് കാണാനായിട്ട് 10 കളി 100 റണ്ണ് പാർട്ണർഷിപ്പ് ഇവന്മാർ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IPL-ലെ ഏറ്റവും അഗ്രഗേറ്റ് പാർട്ണർഷിപ്പ് സെക്കൻഡ് പൊസിഷൻ ഇവന്മാരായി. നേരത്തെ വാർണറും ശിഖർ ധവാനുമാണ്. അതൊരു അണ്ടർ റേറ്റഡ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ആയി പോയല്ലോ ഇവന്മാരുടെ. ഈ ശിഖർ ധവാനും വാർണറും ഇവന്മാരാണ് ടോപ്പ് നിൽക്കുന്നത്. 2220. ഇവന്മാരുടെ നോക്ക് 1898 റണ്ണ് ഇവന്മാർ രണ്ടുപേരും അടിച്ചിട്ടുണ്ട്. ആവറേജ് ആണ് മെയിൻ 67.78 ഇവന്മാർ രണ്ടുപേരുടെയും കൂടെ ആവറേജ്. ബാക്കി ആർക്കും അത്രയും ആവറേജ് ഇല്ല. അഭിഷേക് ട്രാവിസ് ഹെഡ് ആണെങ്കിൽ 47 ഉള്ളൂ, വിരാട് കോഹ്ലി ഡുപ്ലിസി ആണെങ്കിൽ 51, രോഹിത് ഇഷാൻ കിഷൻ 35. സോ അടുത്ത വട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവന്മാർ അതും തൂക്കും. അതുപോലെ തന്നെ മോസ്റ്റ് 50+ ഓപ്പണിംഗ് സ്റ്റാൻഡ് ഇൻ IPL, അതിനകത്തും ഇവന്മാർ തണ്ട 15 തവണ 50 മുകളിൽ. അവിടെ ഈ ഇന്നിങ്സ് ആണ് നോക്കേണ്ടത്. ബാക്കി എല്ലാവരും 18 ഡേവിഡ് വാർണറും ശിഖർ ധവാനും ഉണ്ട്, 15 രോഹിത്തും ഇഷാൻ കിഷനും ഉണ്ട്, ഇവന്മാരും 15 തവണയാണ്. പക്ഷെ ഇവന്മാർ ഈ 15 തവണ 31 ഇന്നിങ്സിൽ നിന്നാണ് ഈ 15 തവണയും ഈ 50+ പാർട്ണർഷിപ്പ് നേടിയിരിക്കുന്നത്. കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ല ഇവിടെ മോനെ. നേരത്തെ അവന്മാര് 46 ഇന്നിങ്സ് 10 എന്ന് പറഞ്ഞു, ഇവിടെ വന്നപ്പോഴത്തേക്ക് 31 ഇന്നിങ്സ്. ഇതെന്താ അങ്ങനെ? എന്തല്ലാട്ട്. അപ്പം ഇതാണ് ഗായ്സ് ഇപ്പോഴത്തെ പരിപാടി. ഇവന്മാര് ഈ സായ് സുദർശനും ഗില്ലും യവന്മാരെ പൂട്ടാതെ വലിയ പാടാ, ഉമ്മാരെ ജയിക്കാൻ പാടാ. ഉമ്മാരെ എറിഞ്ഞിടാനുള്ള എന്തെങ്കിലുമൊക്കെ വേറെ RCB ഒക്കെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കപ്പ് ഉമ്മാർ കൊണ്ടുപോകും. സീരിയസ്ലി കപ്പ് ഉമ്മാർ കൊണ്ടുവന്ന ലക്ഷണമാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്, ഫൈനൽ നടക്കുന്നത്. എനിക്ക് തോന്നി മറ്റേ ഈ GT ലോബി പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. ഈ ടെസ്റ്റ് ടീമിൽ ഇവന്മാരാണ് മൊത്തം. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇരുന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് IPL അഹമ്മദാബാദിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് കൊണ്ടുപോയി. കാര്യം അവന്മാർക്ക് ഒരു മേൽക്കോയ്മ അവിടെ ഉണ്ട്. അതിന്റെ പേരിൽ എന്തൊക്കെയോ ഒരു പരിപാടി GT ലോബി ഉണ്ട് കേട്ടോ. GT ലോബി ഇല്ലെന്ന് പറയാൻ പറ്റൂല. ഈ ഗില്ല് കാണുന്ന പോലെ ഒന്നും അവൻ വേന്ദ്രനാണ്. അവൻ ഇതിന്റെ ഇടയിൽ കൂടെ നല്ല പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട്. സഞ്ജുവിനെയൊക്കെ അവൻ തഴഞ്ഞ് തട്ടും. ഈ ഗില്ലെന്ന് പറയുന്നവൻ ടീമിൽ നിന്ന് കഴിഞ്ഞാൽ സഞ്ജുവിനെ ഒന്നും ഭാവി പോലും കാണത്തില്ല, ഉറപ്പാണ്. ഈ വട്ടം സഞ്ജുവിനെ ഓഡിയോയിൽ എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ യവൻ ഇടങ്കോലിട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗംഭീറിന് ആഗ്രഹം ഉണ്ടായിരുന്നു സഞ്ജുവിനെ ഓഡിയോ ടീമിൽ എടുക്കാൻ, പക്ഷെ ഇവന് വേണ്ടെന്ന്. അതുകൊണ്ട് മിക്കവാറും ഓഡിയോകളുടെ ഒരു സഞ്ജു ഒന്നും കാണാൻ സാധ്യതയില്ല. യവൻ കയറി കഴിഞ്ഞാൽ സഞ്ജുവിന്റെ കാര്യത്തിലൊക്കെ തീരുമാനം ഉറപ്പാണ്. കാര്യം സഞ്ജു എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടായതിന്റെ പേര് മാത്രമാണ് യവന് മറ്റേ വേൾഡ് കപ്പ് T20 ടീമിൽ നിന്ന് ഇവന് പുറത്തു വേണ്ടി വന്നത്. അപ്പൊ അതിന്റെ റിവഞ്ച് അവൻ കാണിക്കുമായിരിക്കുമോ? കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കും. നാളെ ഇപ്പോൾ ഉള്ളത് RCBയും SRHും തമ്മിലുള്ള കളിയാണ്. SRHിനെ സംബന്ധിച്ച് ഇതൊരു ക്രൂഷ്യൽ ഗെയിമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ SRH ഇപ്പം 3ാം പൊസിഷനിലാണ് നിൽക്കുന്നത്, RCB ഫസ്റ്റ്. RCB ഒരു ചെറിയ മാർജിനിലൊക്കെയാണ് തോൽക്കുന്നതെങ്കിൽ RCB ഒരു ഫസ്റ്റ് പൊസിഷൻ തന്നെ നിൽക്കും. പക്ഷെ GTയെ കടത്തി വെട്ടി SRH സെക്കൻഡ് വരണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാർജിനിൽ RCB ഉമാർക്ക് തോപ്പിക്കേണ്ടി വരും. എന്നാലേ SRH സെക്കൻഡ് പൊസിഷനിൽ നിൽക്കത്തുള്ളൂ. നല്ല മാർജിനും നല്ല ഹെവി മാർജിനിലാണ്. ഇല്ല പണ്ടത്തെ 49 റണ്ണിന്റെ ആ ഒരു കളിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ RCB തോക്കുവാണെങ്കിൽ SRH ഫസ്റ്റ് പോവും, RCB തേർഡ് വരും. ഫസ്റ്റും സെക്കൻഡും വന്നുള്ള ഗുണം അറിയാമല്ലോ, 2 ചാൻസ് കിട്ടും. ക്വാളിഫയറും കിട്ടും, എലിമിനേറ്ററും കിട്ടും. പിന്നെ ഈ താപ്പോട്ട് വരുമ്പോഴത്തേക്ക് 4ാമത്തെ സ്ലോട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ചെന്നൈയെ അടിച്ച് കണ്ണം കളിച്ചു ഇറക്കി പോടാ നാളുകളെ ഇവിടുന്ന്. നിനക്കങ്ങ് ഒരു കളിയും എത്താമാര് 4ാം പൊസിഷൻ എന്ന് പറഞ്ഞ് അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ 4ാമത്തെ സ്ലോട്ടിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഒന്നാമതായി നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ്. അവന്മാർ അടുത്ത കളി ജയിച്ചു കഴിഞ്ഞാൽ അവന്മാരായിരിക്കും 4ാമത്തെ പൊസിഷൻ. അവന്മാർ തോൽക്കുകയാണെങ്കിൽ മാത്രം പഞ്ചാബിനും KKRനും ഒരു സുവർണ അവസരം ഒരുങ്ങുന്നതാണ്. അവന്മാർ തോക്കുകയാണെങ്കിൽ മാത്രം. അടുത്തത് മുംബൈയുമായിട്ടായതുകൊണ്ട് അവന്മാർ തോക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പം
ടോപ്പ് 4 രാജസ്ഥാൻ റോയൽസ് തന്നെ അത് കയറിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവന്മാരെ വെട്ടി, ഈ പഞ്ചാബിനെ രാജസ്ഥാൻ റോയൽസിനെ വെട്ടി KKR എങ്ങാണം 4ാമത്തെ പൊസിഷനിൽ കയറുവാണെങ്കിൽ അത് ചരിത്രമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 6 കളി നിങ്ങൾ നോക്ക്, ഇങ്ങനെ ചുമന്ന അടിച്ച് കടന്നിട്ട് ഈ അവസാനം വന്ന് മൊത്തം പച്ച കത്തിച്ച് അവന്മാര് കയറിയിട്ടുണ്ടെങ്കിൽ അത് ചരിത്രമാണ്. പഴയ നമ്മുടെ ദിൽസേ പരിപാടി. അപ്പൊ ഇതാണ് പരിപാടി. CSK ആണ് ഊത്ത് തീർന്നിട്ടുണ്ട്, ഊത്തടിച്ച് അണ്ണാക്കി ഇട്ടിട്ടുണ്ട്. മക്കളെ അടുത്ത വല്ല കാണാമെന്നും പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ റിപ്പോർട്ടർ ന്യൂസിന്റെ അകത്തൊരു ന്യൂസൊക്കെ കണ്ടു. CSKയിൽ ധോണിയും CSKയും തമ്മിൽ തെറ്റി പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് മാത്രമേ അറിഞ്ഞോളൂ തോന്നുന്നു. ധോണി അറിഞ്ഞോ എന്തോ, എന്തിനാണെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പം വേറൊരു വീഡിയോ വരാം. നാളത്തെ കളി SRH വേഴ്സസ് RCB. SRH കളി ജയിക്കും, എന്നാലേ ഒരു ത്രില്ലുള്ളു. ഓക്കെ, പോകാം വേറെ വീട്ടിൽ. അപ്പൊ ശരി, ബൈ.